ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ബനാന കേക്ക് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. 2 മുട്ടയും ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സ്കൂളൊന്നും പോകാത്തത് കൊണ്ട് അവർക്ക് നല്ല വിശപ്പും ഉണ്ടാവും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ. അപ്പം വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് ചായക്കടിയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണിത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതാ ബനാന കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ഇല്ലെങ്കിൽ 2 മതിയാകും. അപ്പോൾ നമ്മളത് കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല ജാറിൽ. അങ്ങനെയാകുമ്പോൾ നമ്മൾ കേക്ക് ശരിയായിട്ട് വരില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർക്കാം പഞ്ചസാര. ഞാൻ മുഴുവനായിട്ടുള്ള തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇത് കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിന്നെ നിങ്ങൾ അടിച്ചെടുക്കണ്ട. ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതുകൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നേരിട്ടങ്ങ് അരിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ വേറെ തന്നെ 2-3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കുന്നില്ല. ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് അങ്ങ് അരിച്ചെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സ്പീഡായിട്ട് ചെയ്യേണ്ട. മെല്ലെ മെല്ലെ പതുക്കെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പഴം എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ റൗണ്ടായിട്ട് പഴം കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്ന ടിന്നിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഈ ഒരു പഴം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, 1 ടേബിൾ സ്പൂണോളം മതി. ഇനി നമ്മളിതിലേക്ക് ഓരോരോ പഴത്തിൻ്റെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സൈഡിൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ പഴം നേരെ പകുതിയാക്കി അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പഴം ഇതുപോലെ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പഴത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഓവൻ സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയാണ്. നേരത്തെ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പാത്രം. അതിലേക്ക് നമുക്കൊരു റിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ കേക്കിൻ്റെ ഒരു ട്രേ ഉണ്ടല്ലോ, അത് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ് മതിയാവും നമുക്ക് ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ബേക്കായി വരട്ടെ. തീ നന്നായി കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം.
അപ്പോൾ നമ്മളെ ബനാന കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.